Hello friends, in the video Maruti Suzuki Swift ne kurichana. Appo Swift ne kurichu kore reviews um കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. 2019 മോഡൽ BS6 Swift ആണ് നമ്മുടെ ഇപ്പോൾ ഇന്നിരിക്കുന്ന വണ്ടി. അപ്പോൾ Maruti Suzuki Swiftന്റെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഇതിന് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ പോസിറ്റീവ്സ് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്നും പിന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ തന്നെ ആയിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. Maruti Suzuki Swift വരുന്നത് 1197 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. വണ്ടിയുടെ മാക്സ് പവർ 81 bhp 6000 rpmലും മാക്സ് ടോർക്കായ 113 Nm 4200 rpmലും നമുക്ക് കിട്ടും. സ്വിഫ്റ്റിൻ്റെ ഡീസൽ മോഡൽ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമല്ല. ഏപ്രിൽ 2020 ആ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാറിൻ്റെ ബോട്ട് സ്പേസ് 268 ലിറ്ററാണ്. സ്വിഫ്റ്റിൽ വരുന്നത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ്. ടേണിംഗ് റേഡിയസ് 4.8 മീറ്ററാണ്. സ്വിഫ്റ്റിൽ ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും ആണ്. സ്വിഫ്റ്റ് വാങ്ങുവാണെങ്കിൽ അതിൻ്റെ വേരിയൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഫീച്ചേഴ്സ് സ്വിഫ്റ്റിന് ഓട്ടോമാറ്റിക് വേരിയൻ്റായ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടി മാരുതി സുസുക്കി സ്വിഫ്റ്റ്. പഴയ സ്വിഫ്റ്റിനെക്കാട്ടിലും നല്ല ചേഞ്ച് ഉണ്ട് വണ്ടിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിൽ പഴയതാണെങ്കിൽ ഇച്ചിരി കൂടെ വലിപ്പം തോന്നിക്കും, പക്ഷേ ഇതാണെങ്കിൽ ഒരു കൊച്ചു വണ്ടി പോലെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമ്മൾ മറ്റേ വണ്ടിയേക്കാൾ ഇച്ചിരി കൂടെ ക്യൂട്ട്നെസ് തോന്നിക്കും. മറ്റേ വണ്ടി ഇപ്പോൾ പഴയ വണ്ടിയാണെങ്കിൽ ഇച്ചിരി കൂടെ അഗ്രസീവായിട്ടായിരുന്നു സ്വിഫ്റ്റ് വരുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാലോജൻ ഹെഡ്ലാമ്പാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് LED DRLസും പ്രൊജക്ടർ ലാമ്പും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സ്വിഫ്റ്റിന് വന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈപ്പറും പിന്നെ ഈ വാഷിംഗ് നോസിലും അത് രണ്ടും നമ്മൾ ടക്കിൻ ചെയ്താണ് ഈ വണ്ടിയിൽ വെച്ചേക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ടയർ വരുന്നത് ഒരു 14 ഇഞ്ച് വീലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടിയ വെർഷൻ ZXI വെർഷനിൽ 15 ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ ടയർ സൈസ്. അതൊരു അലോയ് ആയിരിക്കും വരുന്നത്. ഇത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മിററിലും റൈറ്റിലും ലെഫ്റ്റിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ചില വണ്ടികളിൽ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളിൽ ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് കാണാറില്ല. നമുക്കാണെങ്കിൽ കാണാൻ സാധിക്കും ഒരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് ലൈനാണ് ഇങ്ങനെ വരുന്നത്. അതാണെങ്കിൽ ബാക്ക് സൈഡ് വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ഫീലാണ് വണ്ടിക്ക് വരുന്നത്. ആ ഒരു ലൈനും എയറോഡൈനാമിക് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മിനി കൂപ്പറിൻ്റെ കൂട്ടുള്ള ഒരു ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. അടുത്തതായി സ്വിഫ്റ്റിൻ്റെ ഒരു വലിയ ചേഞ്ചെന്ന് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ആണെങ്കിൽ ഈ ഒരു ഡോർ ഹാൻഡിലാണ്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഷെവർലെ ബീറ്റിൻ്റെ കൂട്ടൊക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വണ്ടിയാണ് ഷെവർലെ ബീറ്റ്. അതുപോലെയൊക്കെയാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ മാരുതി സുസുക്കി വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ കാറ്. അതിനുള്ള കുറേ ഓപ്ഷൻസും എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ വണ്ടി. അപ്പോൾ ഇതിനൊരു സ്പോയിലർ ഇവിടെ വരുന്നുണ്ട്. വണ്ടിയാണെങ്കിൽ ഇച്ചിരി വൈഡ് ആയിട്ടുണ്ട്, പക്ഷേ ലെങ്തിന് കുറവുണ്ട് വണ്ടിക്ക്. അതാണ്. പിന്നെ ഈ പഴയ സ്വിഫ്റ്റിൻ്റെ കൂട്ടല്ല ഇതിൻ്റെ ബാക്ക് വശം. കാരണം എന്താ വെച്ചാൽ പഴയ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ VD VXI ഏതാണ് വേരിയൻറ്റ് അത് വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്വിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേരിയൻറ്റിൻ്റെ ഒരു അടയാളങ്ങളോ അതിൻ്റെ ഒരു സൈനും ഇതിൻ്റെ ഇവിടെ വെക്കുന്നില്ല. ജസ്റ്റ് ഒരു പ്ലെയിനായിട്ട് സ്വിഫ്റ്റ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇതിനാണെങ്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പാസഞ്ചർ സൈഡ് നമ്മൾ ഡോർ തുറക്കുമ്പോൾ നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റും. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു പവർ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ ലോക്കും അൺലോക്ക് ആക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, പിന്നെ ആണെങ്കിൽ അംബ്രല്ല ഹോൾഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഇവിടെ ആണെങ്കിൽ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മ്യൂസിക് കേൾക്കുവാണെങ്കിൽ ഇവിടുന്ന് ഒരു സൗണ്ട് കേൾക്കും. അതൊരു നെഗറ്റീവാണ് ഈ വണ്ടിയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ ഒരു ഇച്ചിരി ക്വാളിറ്റി കുറവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു സൗണ്ട് ഇവിടുന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പാസഞ്ചർ സീറ്റിൽ നിന്ന് നമ്മൾ നോക്കാമെന്ന്. പിന്നെ ഇതിൻ്റെ പുറകിലത്തെ ഡോറിൽ ഇതാണ് വരുന്നത്. ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ്, പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറേ ഉള്ളൂ, അല്ലാതെ അംബ്രല്ല ഹോൾഡറോ അതുപോലുള്ള. പിന്നെ ഇവിടെ ഈ 4 ഡോറിലും സ്പീക്കേഴ്സ് ഉണ്ട്. അത് നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് നൈസായിട്ട് ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുക. അപ്പോൾ ഈ സീറ്റ് ഞാനിത് ഫുൾ ബാക്കിലോട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഇത്ര ലെഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഈ വണ്ടിയിൽ നല്ല വൈഡ് ആയതുകൊണ്ട് 3 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പുറകിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടിക്ക് ABS, EBD, ചൈൽഡ് ഐസോഫിക്സ് മൗണ്ട്. ഓക്കെ അറിയാം, ചൈൽഡ് ഐസോഫിക്സ് മൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്.
അങ്ങനത്തെ നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ തരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സീറ്റ് കവറൊക്കെ ഞാനാണെങ്കിൽ സുസുക്കി ഷോറൂമിൽ നിന്ന് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഡോറിൽ കാണാൻ സാധിക്കും മിറർ അഡ്ജസ്റ്റബിൾ നോബുണ്ട്. അതുകൊണ്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം ആ നോബ് വെച്ച്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കുഷൻ തന്നിട്ടുണ്ട് ആം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഡ്രൈവർ സീറ്റ് ഡോറിലോട്ട് നോക്കുമ്പോൾ എല്ലാ വിൻഡോസും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിൻഡോ മാത്രമേ ഓട്ടോ ഡൗൺ ഉള്ളൂ, ബാക്കി ഒന്നിനും ഓട്ടോ ഡൗൺ ഇല്ല. കാറിൻ്റെ സ്പീഡോമീറ്ററിൽ നമുക്ക് ഫ്യൂവൽ ഗേജ്, അതുപോലെ തന്നെ RPM മീറ്റർ, ട്രിപ്പ് മീറ്റർ, എത്ര റേഞ്ച് ഉണ്ട് എന്നൊക്കെ, പിന്നെ ടൈമും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ ഒരു 3 സ്പോക്സ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് കുറേ കൺട്രോൾസ് ഉണ്ട്. ബ്ലൂടൂത്തിനുള്ള കൺട്രോൾ, കോൾ കട്ട് ചെയ്യാനും കോൾ എടുക്കാനുള്ള കൺട്രോൾ, പിന്നെ ആണെങ്കിൽ നമുക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതും, പിന്നെ വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള കൺട്രോൾ, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മോഡ് സെലക്ട് ചെയ്യാം. ഇത് VXI വേരിയൻ്റ് ആയതുകൊണ്ട് വണ്ടി ഇതൊരു മാനുവൽ കൺട്രോളബിൾ AC സിസ്റ്റമാണ്. അല്ലാതെ ഏറ്റവും ടോപ്പിൽ വരുന്ന പോലത്തെ ഒരു AC സിസ്റ്റം അല്ല ഈ ഒരു വണ്ടിയിലുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം മാനുവലായിട്ട് കൺട്രോൾ ചെയ്യണം. പിന്നെ ഒരു ബേസിക് ഒരു സ്റ്റീരിയോ ആണ്. നമുക്ക് ഈ സ്റ്റീരിയോ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് FM ഉണ്ട്, AM റേഡിയോ ഉണ്ട്, മീഡിയ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ CD ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 12 വോൾട്ട് ചാർജർ സ്ലോട്ടുണ്ട്. പിന്നെ ഇവിടെ USB ഓക്സ് നമുക്ക് കുത്താവുന്നതുണ്ട്, ഒരു സ്ലോട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് നോക്കുവാണെങ്കിൽ ഈ ഡാഷ് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്രേ കളറാണ് ഇതിന്. അത് നല്ലൊരു ലുക്ക് വരുന്നുണ്ട് വണ്ടിക്ക്. നല്ലൊരു ഒരു പ്രത്യേക ഒരു ഡിസൈൻ തന്നെയാണത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റ് ഉണ്ട്. ഈ ഒരു എയർ വെൻ്റ് നോക്കുമ്പോൾ നമുക്കൊരു റൗണ്ട് ഡിസൈനാണ് വരുന്നത്. നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നത് 2 മൈക്ക് ഔട്ട്പുട്ടാണ്. നമ്മൾ ഈ ഗ്ലൗ ബോക്സ് തുറക്കുകയാണെങ്കിൽ നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ഗ്ലൗ ബോക്സ് ആണ്. കാറിൽ വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പേഴ്സോ വല്ല ഇവിടെ ഇടാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഒരു നല്ലൊരു വണ്ടിയാണ് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാർ ഓടിക്കുമ്പോൾ നല്ലൊരു റൈഡിങ് കംഫോർട്ട് ഈ വണ്ടി നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല നൈസായിട്ട് നല്ലൊരു സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂയിങ് ആംഗിളൊക്കെ തരുന്നുണ്ട്. ചില വണ്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ബലേനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുറകിലോട്ട് നമുക്ക് കാണാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി നല്ലൊരു സസ്പെൻഷനാണ് വണ്ടിക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആണ് വരുന്നത്. ഇത് ഹൈവേയിലൊക്കെ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇതിൻ്റെ ബോഡി റോളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് വണ്ടിയാണ്. അതുപോലെ സ്വിഫ്റ്റിൽ ഡ്യുവൽ എയർ ബാഗ്സ് ആണ് വരുന്നത്. സൈഡിലിരിക്കുന്ന പാസഞ്ചറിനും ഡ്രൈവറിനും എയർ ബാഗ്സ് ഉണ്ട്. അതൊരു സേഫ്റ്റി മെഷറാണ്. പിന്നെ സ്വിഫ്റ്റിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി ഒരു മീഡിയമാണ്. കാർ നമ്മൾ വെയിലത്തിടാതെ സൂക്ഷിക്കണം. കാറിൻ്റെ മൈലേജ് 21 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്ക് വരുന്നത് ഒരു 18-15 കിലോമീറ്റർ പെർ ലിറ്ററാണ്. ഈ കാർ വിതൗട്ട് നോ ഡൗട്ട് നല്ലൊരു ഫീച്ചർ റിച്ച് കാറാണ്. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മാരുതി സുസുക്കി നല്ലൊരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ ജസ്റ്റ് ഒരു ഗട്ടർ ചാടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബമ്പേഴ്സൊക്കെ പൊട്ടാറുണ്ട്. അങ്ങനത്തെയുള്ള കുഴപ്പമുണ്ട്. പിന്നെ പുറകെ ഇരിക്കുന്നവർക്ക് വ്യൂവിങ് ആംഗിൾ ഇച്ചിരി കുറവാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട്. ഈ കാർ മേടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ VXIയോ അല്ലെങ്കിൽ ZXI പ്ലസ് മേടിക്കുക. അതിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ നല്ല ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് സുസുക്കി. കാറിൻ്റെ സർവീസ് കോസ്റ്റ് ഒരു 4000-3000 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു.